കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലവും സാധ്യം. ദൈവത്തിന് സകലവും സാധ്യമാണ്. മകനെ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് അസാധ്യമായത് എല്ലാം, കുറച്ചല്ല എല്ലാം സാധ്യമാക്കി തരാൻ ജീവനുള്ള ദൈവത്തിന് കഴിയും. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിന് സൂര്യചന്ദ്രാദി നക്ഷത്രാദികളെ മെനയുകയും അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന നിത്യനായ ദൈവത്തിന് മോനെ നിൻ്റെ ഒരു കൊച്ചു കാര്യം ചെയ്തു തരാൻ കഴിയില്ലേ? കഴിയും. അതാണ് വിശ്വാസം. എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. നാം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങളെ ദൈവം സാധിപ്പിച്ചു തരണമെങ്കിൽ ദൈവത്തിന് സകലവും സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അത് അത്യന്താപേക്ഷിതമാണ്. വിശ്വാസം എന്ന ചാനലിലൂടെയാണ്, ആ പൈപ്പ് ലൈനിലൂടെയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാരി നമ്മുടെ മേൽ പെയ്തിറങ്ങുന്നത്. സ്തോത്രം. നാം ചിന്തിച്ചു വന്നത് ഇസ്രായേൽ ജനത്തിന് ഉയരത്തിൽ നിന്നും ആഹാരം ദൈവം കൊടുത്തു, ആകാശത്തു നിന്നും മന്ന കൊടുത്തു. മഞ്ഞയൊക്കെ തിന്ന് ജനം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മനുഷ്യനുണ്ടോ തൃപ്തി? 1 കിട്ടുന്നവന് 100 വേണം, 100 കിട്ടുന്നവന് 1000 വേണം, 1000 കിട്ടുന്നവന് 10,000 വേണം, കോടികൾ വേണം, ലക്ഷങ്ങൾ വേണം. ഇതാണ് മനുഷ്യൻ്റെ ഹൃദയം. നല്ല കാര്യത്തിന് അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റുമല്ല. ഉയർച്ച വേണം, വളർച്ച വേണം എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പക്ഷേ അത്യാഗ്രഹം അത് തെറ്റാണ്. ദുരാഗ്രഹം അത് പാപമാണ്. പോകട്ടെ, ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? 9-ാമത്തെ വാക്യം, സംഖ്യാപുസ്തകം 11-ാം അധ്യായം. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ചോദ്യമാണ് ദൈവത്തോട്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ചോദ്യം മാത്രമുള്ള ആളുകളുണ്ട്. അങ്ങനെയല്ല, മറിച്ചൊന്ന് ചിന്തിച്ചേ. ഈ 10 അടയാളങ്ങൾ ചെയ്ത് ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്നും, കരാള ഹസ്തത്തിൽ നിന്നും, ക്രൂരമുഷ്ടിയിൽ നിന്നും, മിസ്രൈമി അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചത് ദൈവമാണ്. അവർക്കറിയാം. 2, ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചത് ദൈവമാണ്. 3, ചെങ്കടൽ വിഭാഗിച്ചത് ദൈവമാണ്. 4, ചെങ്കടലിലൂടെ ഉണങ്ങിയ പാതയുണ്ടാക്കിയത് നിത്യനായ ദൈവമാണ്. 5, വെള്ളം ചിറ പോലെ നിന്നു. അതൊരു അത്ഭുതമല്ലേ? അതൊക്കെ ചെയ്ത് ദൈവമാണ്. ഇങ്ങനെ 6, 7 എത്ര അത്ഭുതങ്ങൾ. ഫറവോനെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടത് ദൈവമാണ്. മാറായിൽ കൈപ്പുള്ള വെള്ളത്തെ മധുരമാക്കി തീർത്തത് ദൈവമാണ്. ഏലീമിൽ ഇസ്രായേൽ ജനത്തിന് ഈത്തപ്പനയുടെ പഴം കൊടുത്തത് ദൈവമാണ്. ഇവിടെ ഇതാ മന്ന കൊടുത്തു ദൈവം, സ്വർഗീയ ഭോജനം കൊടുത്തു. ഇത്രയൊക്കെ പോരെ പ്രിയരെ? ഇനിയും നടത്താൻ ദൈവശക്തനാണെന്ന് ചിന്തിക്കാൻ മതി. പക്ഷേ ഇസ്രായേൽ ജനം അങ്ങനെ ചിന്തിച്ചില്ല. ഇന്നും അനേകരങ്ങനെയാണ്. എനിക്കില്ല ഇല്ല 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 എന്ന് പറഞ്ഞ് പരാതി പറയാനും ദൈവത്തോട് പരിഭവം പറയാനും മനുഷ്യൻ ചിന്തിക്കുന്നു. എന്നാൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ ഇതുവരെ നടത്തിയൊരു ദൈവമുണ്ട്, എന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്, എന്നെ വിളിച്ചിറക്കിയൊരു ദൈവമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അത്ഭുതം തന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഇനിയും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം. പിറുപിറുപ്പല്ല വേണ്ടത്, വിശ്വാസമാണ് വേണ്ടത്. പിറുപിറുപ്പല്ല വേണ്ടത്, പ്രാർത്ഥനയാണ് വേണ്ടത്. ഹല്ലേലൂയ. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കണം. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. തന്ന കരത്തെ എന്നും ഓർത്തോളണം, തന്ന കരത്തെ എന്നും മാനിച്ചോളണം, തന്ന കരത്തിന് ഇനിയും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചോളണം. ഹല്ലേലൂയ. സന്തോഷമായി പോകാൻ പ്രിയരെ. ഈ ക്രിസ്തീയ ജീവിതത്തിൽ നാം നിരാശപ്പെട്ടും ഭാരപ്പെട്ടും വിഷമിച്ചും ദീർഘശ്വാസം ഇട്ടും അങ്ങനെ വിഷമിച്ചും പിറുപിറുത്തും പോകേണ്ട ജീവിതം അല്ലത്. ഇന്ന് കുറവുകൾ കാണും, പോരായ്മകൾ കാണും, ഇന്ന് നമുക്ക് ആവശ്യഭാരങ്ങൾ ഒത്തിരി കാണും. പക്ഷെ എവിടെയാ പിടുത്തം? എൻ്റെ ദൈവം തക്ക സമയത്ത് തരും, കൃപയാൽ. ഈ എളിയവനായ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരു സത്യമാണത്. എല്ലാം തികഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്, ആത്മീയമായും ഭൗതികമായും. പക്ഷേ എനിക്കൊരു ഉറപ്പ് കർത്താവ് തന്നിട്ടുണ്ട്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്നിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചത് ഈ ഭൂമിയിലെ മനുഷ്യരല്ല, എൻ്റെ കർത്താവാണ്. 19-ാമത്തെ വയസ്സിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിലേക്ക് എന്നെ അടുപ്പിച്ച്
ആ വചനം എൻ്റെ മേൽ പകർന്ന്, ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ പകർന്ന് പാപബോധവും അനുതാപവും എനിക്ക് തന്ന കർത്താവ്, എത്രയോ പാപങ്ങൾ തിരുത്താൻ, ഏറ്റുപറയാൻ, ഉപേക്ഷിപ്പാൻ കൃപ തന്ന കർത്താവ്, ആ 19-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം ഏറ്റെടുത്ത് എന്നിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ച എൻ്റെ കർത്താവ്, അർഹതയില്ലാത്തതാണ് എൻ്റെ ജീവിതത്തിൽ ലഭിച്ചതെല്ലാം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും എനിക്ക് അർഹതപ്പെട്ടതല്ല കിട്ടിയിരിക്കുന്നത്. എല്ലാം അർഹതപ്പെടാത്തത് കർത്താവ് എനിക്ക് തന്നു. ദാനം, കൃപ, അത്രയും തന്ന ദൈവത്തിന് ഇനിയും നടത്താൻ കഴിയുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. സ്തോത്രം. ആ ഉറപ്പാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. മെറ്റീരിയലായിട്ടൊന്നും കണ്ടിട്ടല്ല പ്രിയരെ, ഒന്നും കണ്ടിട്ടല്ല, വിശ്വാസത്താൽ. എൻ്റെ ദൈവം നടത്തും, എൻ്റെ ദൈവം പുലർത്തും, എൻ്റെ ദൈവം ശക്തനാണ്, സംരക്ഷിക്കാൻ ശക്തനാണ്. തുടങ്ങിത്തന്നവൻ അത് അവസാനത്തോളം എത്തിക്കും. ഈ വിശ്വാസം, അവിശ്വാസം വന്നാൽ ദൈവത്തിന് പോലും പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി യേശുക്രിസ്തുവിന് അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന വചനം. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസമുള്ളവരാകുക, നിങ്ങൾ വിശ്വാസം ഏറ്റുപറയുക. പോസിറ്റീവ് തിങ്കിങ്. യേശുവിന് കഴിയും. എൻ്റെ ജീവിതം മാറ്റാൻ യേശുവിന് കഴിയും. എൻ്റെ കുടുംബം മാറ്റാൻ യേശുവിന് കഴിയും. എൻ്റെ മക്കളെ മാറ്റാൻ യേശുവിന് കഴിയും. എനിക്കൊരു വീട് തരാൻ യേശുവിന് കഴിയും. എൻ്റെ ഇന്നത്തെ സ്ഥിതി മാറ്റി എനിക്കൊരു നല്ല സ്ഥിതി തരാൻ യേശുവിന് കഴിയും. എൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തരാൻ യേശുവിന് കഴിയും. എൻ്റെ മേൽ കൃപാവരങ്ങൾ ആവശ്യമെങ്കിൽ പകർന്നു തരാൻ ദൈവത്തിന് കഴിയും. ഇങ്ങനെ പോസിറ്റീവ് ആകുക. ഇത്രയും അനുഗ്രഹം ലഭിച്ച ഇസ്രായേൽ ജനത്തിന് ഇത്രയും ചിന്തിച്ചാൽ മതി. കർത്താവേ, അവിടുന്ന് ഇത്രത്തോളം ഞങ്ങളെ നടത്തി, മന്നയും തന്നു, എല്ലാം തന്നു, ഞങ്ങൾക്ക് ഇച്ചിരി ഇറച്ചി വേണം, തരാമോ കർത്താവേ? കർത്താവ് കൊടുക്കുമായിരുന്നു. പക്ഷെ പെറുവിറുക്കുകയാണ്. എന്ത് ചെയ്യാം? കർത്താവിന് സ്തോത്രം. അവർ പറയുകയാണ്, ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ നിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ചുവന്നുള്ളി, ഉള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുകയാണ്. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. 5-6 വാക്യങ്ങൾ, സംഖ്യാപുസ്തകം 11-ാം അധ്യായം. ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. തന്നതിനുള്ള നന്ദികേടാണത്. ഇത്രയല്ലേ തന്നോളൂ, ഈ മന്നയല്ലേ തന്നോളൂ. കർത്താവിന് സ്തോത്രം. ഞാനെന്നും കൂടെ എന്നോടും എനിക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം പറയാറുണ്ട്, ലഭിച്ച നന്മകളോർ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ലഭിക്കാൻ പോകുന്ന വലിയ നന്മയുടെ വാതിൽ തുറന്നു തരുന്നത്. നിങ്ങളിൽ പലരുടെയും നന്മയുടെ വാതിൽ അടഞ്ഞിരിക്കാൻ കാരണം നിങ്ങൾക്ക് നന്ദിയില്ലാത്തതുകൊണ്ടാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു കൊച്ചു കാര്യത്തിൽ പോലും നന്ദി പറയാൻ പഠിക്കണം. എനിക്ക് എവിടെ നോക്കിയാലും നന്ദിയാണ് പറയുന്നത്. സ്തോത്രം. 15-17 വർഷമായി ഉപയോഗിക്കുന്ന ഒരു കാറ് കണ്ടാലും എനിക്ക് നന്ദിയാണ്. കർത്താവ് ഇത്രയും ഉണ്ടല്ലോ. സ്തോത്രം. 16 വർഷം 17 വർഷമായിട്ടുള്ള കാറ് ഞാനിന്ന് ഉപയോഗിക്കുന്നുണ്ട്. സ്തോത്രം. നന്ദിയാണ്. അയ്യോ 17 വർഷമായല്ലേ എന്ന് ചിന്തിക്കുകയല്ല, അതുണ്ടല്ലോ. കഞ്ഞി കുടിക്കാൻ മാർഗം ഉണ്ടല്ലോ. കർത്താവെ, ഒന്ന് കിടക്കാൻ വീടുണ്ടല്ലോ. വാടക കൊടുക്കാൻ ഇത്രയും പൈസ നീ തരുന്നല്ലോ. കർത്താവെ, എനിക്ക് ഒരു കുഞ്ഞുണ്ടല്ലോ, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ. അയ്യോ, എനിക്ക് ആൺകുഞ്ഞിനെ തന്നില്ല, പെൺകുഞ്ഞിനെ മാത്രമേ തന്നുള്ളൂ. അല്ല, പെൺകുഞ്ഞിനെ തന്നു, ആൺകുഞ്ഞിനെ തന്നില്ല. ഇതൊന്നും പറഞ്ഞ് പരിഭവിക്കല്ലേ. തന്നോ മോനെ, നീ നന്ദി പറ. എല്ലാത്തിനും നന്ദി പറ. നന്ദി അത് ആരാധനയിൽ ചെന്നെത്തും. നന്ദിയുള്ള ഹൃദയം അത് കർത്താവ് സന്തോഷിക്കുന്നതാണ്. ഇസ്രായേൽ ജനം ഒന്നും പറയണ്ടായിരുന്നു, പ്രവർത്തിക്കണ്ടായിരുന്നു. ഇത്രയും നടത്തിയ ദൈവം, മന്ന തന്ന ദൈവത്തിന് ഞങ്ങൾക്ക് ഇറച്ചി തരാൻ കഴിയും. എന്ത് ചെയ്യാം? അങ്ങനെയെല്ലാം പെറുവിറുത്തു. പക്ഷേ ദൈവം എന്ത് ചെയ്തു? 31-ാമത്തെ വാക്യം, സംഖ്യാപുസ്തകം 11-ാം അധ്യായം 31-ാമത്തെ വാക്യം. അനന്തരം യഹോവ അയച്ചൊരു കാറ്റൂതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിൻ്റെ സമീപത്ത് ഒരു വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. ഇതല്ലേ അത്ഭുതം? നമുക്ക് സാധ്യമാണോ ഇതൊന്നും? ഒക്കെ അല്ല. ആകാശത്തിലൂടെ പറക്കുന്ന കാടയെ കാറ്റുകൊണ്ട് പറപ്പിച്ച് ഇസ്രായേൽ ജനത്തെ പിടിക്കാൻ തക്കവണ്ണം 2 മുഴത്തിൽ പൊക്കി ഇങ്ങനെ നിർത്തി വേണ്ടുന്നോളം പിടിച്ചെടുക്കാം. അതേ മകനെ, നിനക്ക് വേണ്ട അനുഗ്രഹം നിനക്ക് കൈ നീട്ടിയെടുക്കാൻ തക്കവണ്ണം തൊട്ടടുത്ത് നിനക്ക് കൊണ്ടുത്തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. മോനെ, നീ കയറുകൊണ്ട് മണൽ വിരിക്കണ്ട, നീ വിഷമിക്കണ്ട, നിന്നെ പോറ്റാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ഹല്ലേലൂയ, ഈ സ്തോത്രമൊക്കെ ഇടയ്ക്ക് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ ഹൃദയത്തിൽ നന്ദിയാണ്. ഞാനിങ്ങനെ ദൈവം നടത്തിയ വഴികൾ ഓർത്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ദൈവം നടത്തിയ വഴികൾ 100 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വാക്കുകൾ പറയുന്നത്. ഞാൻ ഉപദേശമായിട്ടല്ല പറയുന്നത്, ഞാൻ എൻ്റെ അനുഭവമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇസ്രായേൽ ജനത്തിന് കൊടുത്തു. ഇതെല്ലാം ഇന്നും സംഭവിക്കും.
ഒരു നേരത്തെ ആഹാരത്തിന് മറ്റുള്ളവരിൽ കൈ നീട്ടിയ എന്നെ, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിന് വേണ്ടി എത്രയോ വീടുകളിൽ അടുക്കള വശത്ത് ചെന്നിട്ട് ഒരു യാചകനെ പോലെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം തരാമെന്ന് ചോദിച്ച എന്നെ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ ഡയറക്ടറായി അനേക വർഷങ്ങൾ ജോലി ചെയ്യാൻ എനിക്ക് കൃപ തന്നു. ആരാ തന്നത്? കൃപ, കർത്താവിൻ്റെ കൃപ. അനേക വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ കൃപ തന്നു. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും അതോടനുബന്ധിച്ച് യേശുവിൻ്റെ സാക്ഷിയാകാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നവരെ എറണാകുളത്ത് പോയിട്ടില്ല. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞ ജീവിതമായിരുന്നു. എന്നാൽ 19ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം യേശുവിൻ്റെ കയ്യിലായി, അത്യുന്നതൻ്റെ കയ്യിലായി. പിന്നെ ഈ വർഷക്കാലം അത്രയേ എൻ്റെ യേശുവിനെ നടത്തി. ഞാൻ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ വേല ചെയ്യുന്നത്? ആരും നിർബന്ധിച്ചിട്ടല്ല, ആരും ഉപദേശിച്ചിട്ടല്ല. എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം എൻ്റെ കർത്താവിനെ നിർബന്ധിക്കുന്നു, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. ഞാൻ എൻ്റെ ശരീരം നോക്കാറില്ല, എൻ്റെ ആരോഗ്യം നോക്കാറില്ല, എൻ്റെ പണം നോക്കാറില്ല, എൻ്റെ സമയം നോക്കാറില്ല. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെക്കാളും വലുത് തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. പക്ഷേ അത് പോലും ഒരു ചെറിയ കാര്യത്തിൽ വീഴ്ച വന്നാലും എൻ്റെ കർത്താവിൻ്റെ വേല മുടങ്ങരുത്. അങ്ങനെ ഒരു ദാഹം ഹൃദയത്തിൽ കൃപയാൽ കർത്താവ് തന്നു. അതും കൃപയാണ്, അതും സ്വന്തമല്ല. സ്തോത്രം. എന്ത് സംഭവിച്ചു? ജനം എഴുന്നേറ്റ് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. കുറച്ച് പിടിച്ചവർക്ക് 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിൻ്റെ ചുറ്റിലും ചിക്കി ഉണക്കിയെടുത്തു. നല്ല ഉണക്കിറച്ചി, നല്ല സ്വാദുള്ള ഉണക്കിറച്ചി. പച്ചയിറച്ചിയും തിന്ന, ഉണക്കിറച്ചിയും തിന്ന. എവിടുന്ന്? സ്വർഗത്തിൽ നിന്ന്. അതേ മകനെ, ഈ ഭൂമിയിലുള്ള നിൻ്റെ ഉടമസ്ഥൻ, നിനക്ക് ജോലി തന്നയാൾ, നിൻ്റെ കമ്പനിയുടെ ചെയർമാൻ ഒരുപക്ഷെ മോനെ നിന്നെ സഹായിച്ച് കാണുകയില്ല. നിനക്ക് കിട്ടേണ്ട പ്രമോഷൻ കിട്ടിക്കാണുകയില്ല. നിനക്ക് കിട്ടേണ്ട ഇൻക്രിമെൻ്റ് ഒരുപക്ഷെ തടഞ്ഞ് നിനക്ക് ലഭിക്കേണ്ടത് കിട്ടിക്കാണുകയില്ല. വിഷമിക്കേണ്ട മോനെ. ഒരുപക്ഷെ പ്രിയപ്പെട്ട യൗവനക്കാരാ, നിനക്ക് നിൻ്റെ അപ്പൻ്റെ സ്വത്ത് വിഭാഗിച്ചപ്പോൾ നിനക്ക് കുറച്ചായിരിക്കും തന്നുള്ളൂ. വിഷമിക്കേണ്ട മോനെ. നിനക്ക് ഭൂമിയിൽ നല്ല സ്വർഗത്തിൽ നിന്നാണ് പ്രതിഫലം കിട്ടാൻ പോകുന്നത്. സ്വർഗത്തിലെ ദൈവം നിന്നെ പോറ്റും. മകളെ, നിന്നെ പുലർത്തും. കർത്താവിൻ്റെ സ്തോത്രം. നിൻ്റെ സഹോദരിക്ക് ഒരുപാട് കൊടുത്തു, എനിക്കധികം കിട്ടിയില്ല എന്ന് നീ പരാതി പറയണ്ട. മതി എന്ന് വിചാരിക്കുക. കർത്താവേ മതി. സ്തോത്രം, സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരൻ്റെ സ്ഥാപനത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ എനിക്കും ആ വർഷം ഇൻക്രിമെൻ്റ് ഇട്ടു. ഞാൻ 7 or 8 മാസത്തേക്ക് ആ ഇൻക്രിമെൻ്റ് കൈപ്പറ്റിയില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? പൈസയ്ക്ക് ആവശ്യമില്ലാഞ്ഞിട്ടല്ല. എനിക്ക് അർഹതയില്ലാത്തതാണ് ഇപ്പോൾ തന്നെ കിട്ടുന്നത്. ഇനി കൂടുതൽ കിട്ടാൻ ഞാൻ അർഹനല്ല എന്ന് ഞാൻ ചിന്തിച്ചു. സ്തോത്രം. കൃപയാൽ എനിക്കെന്നും നന്ദിയേ ഉള്ളൂ. ഞാൻ 3500 രൂപയ്ക്കാണ് ആ സ്ഥാപനത്തിൽ 39 വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്ക് കയറിയത്. അന്നും എനിക്ക് നന്ദിയേ ഉള്ളൂ. ഇന്നെനിക്ക് ധാരാളം ശമ്പളം കിട്ടുന്നുണ്ട്. ഇന്നും എനിക്ക് നന്ദിയാണ്. പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളൊരു ഹൃദയം. അല്ലാതെ നാം പരിഭവിക്കരുത്, പരാതിപ്പെടരുത്. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുമായിരുന്നു. എന്തും ദൈവം കൊടുക്കും. പിന്നെ പിറുപിറുത്ത് പരിഭവിച്ച് വാങ്ങിച്ച് ദൈവത്തോട് എടുക്കേണ്ടതല്ല നന്മകൾ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ കർത്താവ് പ്രസാദിച്ച് തരേണ്ടതാണ് ദൈവീയ നന്മകൾ. അതേ നിലനിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? അവർക്ക് കിട്ടി. പക്ഷേ ഇറച്ചി അവരുടെ പല്ലിനടിയിലിരിക്കുമ്പോൾ അവർ ചവച്ചിറക്കും മുമ്പ് തന്നെ യഹോവയുടെ കോപം ജനത്തിന് നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തോട് പരിഭവിച്ച് പരാതി പറഞ്ഞ് വാങ്ങിക്കുന്നതും ദൈവത്തോട് നന്ദി കരയേറ്റി വാങ്ങിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിലനിൽക്കുന്ന അനുഗ്രഹം നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ ഉള്ളം പ്രസാദിപ്പിച്ച് നമ്മുടെ മേൽ പകരുന്നതാണ്. നിലനിൽക്കും, തലമുറകളിലേക്ക് നിലനിൽക്കും. ദൈവത്തെ നിർബന്ധിച്ച് പരിഭവം പറഞ്ഞാലും ചിലപ്പോൾ ദൈവം തരും. കാരണവനായ ദൈവം തരും. പക്ഷേ മോനെ, നിനക്കത് നന്നായി അനുഭവിക്കാൻ പറ്റുകയില്ല, തലമുറകൾക്കും പറ്റുകയില്ല. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാൻ. ഞങ്ങൾ നന്ദിയുള്ളവരാകും. ലഭിച്ചതിന് നന്ദി കരയേറ്റും. കർത്താവേ, എല്ലാം ശരീരത്തിലേക്ക് നോക്കു പ്രിയരെ. 10 വിരലുണ്ടോ? നന്ദി പറ. നിങ്ങൾക്ക് കണ്ണ് കാണാവോ? നന്ദി പറ. ചെവി കേൾക്കാവോ? നന്ദി പറ. കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ മുടി ചെയ്യുമ്പോൾ എന്നും നന്ദി പറയും. കർത്താവ്, ഇത്രയും മുടിയുണ്ടല്ലോ, എനിക്ക് അധികം മുടിയില്ല, മുടി പുറയിലൊക്കെ ഒത്തിരി പോയി കഷണ്ടിയാണ്, പക്ഷേ ഞാനതിലേക്ക് നോക്കാറില്ല. കർത്താവ്, ഇത്രയും മുടിയുണ്ടല്ലോ, സ്തോത്രം, എന്നും കർത്താവിനെ സ്തുതിക്കും. ഒരു നല്ല ഡ്രസ്സ് എടുത്തിടുമ്പോൾ കർത്താവേ, ഡ്രസ്സ് ഉണ്ടല്ലോ. 10ാം ക്ലാസ് വരെ ഒരു ഡ്രസ്സ് 1 or 2 ഡ്രസ്സ് മാത്രം, അത് ഒന്നലക്കി മറ്റത് ഉണങ്ങുന്നതിന് മുമ്പ് ഇട്ടുകൊണ്ട് പോയ കാലങ്ങളുണ്ട്. ഇന്ന് ഇത്രയും ഉണ്ടല്ലോ കർത്താവേ, ഉണ്ടല്ലോ.
എനിക്ക് എൻ്റെ കർത്താവ് തന്നതിൽ ഞാൻ സമ്പൂർണ്ണ സംതൃപ്തനാണ്. എനിക്ക് തന്ന ഭാര്യയിൽ, എനിക്ക് തന്ന ഭവനത്തിൽ, എനിക്ക് തന്ന ജോലിയിൽ, എനിക്ക് തന്ന ആരോഗ്യത്തിൽ, എനിക്ക് തന്ന ഭൗതിക നന്മകളിലെല്ലാം എനിക്ക് നന്ദിയും തൃപ്തിയുമുണ്ട്. ആകപ്പാട് എനിക്ക് തൃപ്തി വരാത്തത് എൻ്റെ ആത്മീയ നന്മയിലാണ്. എനിക്കിനിയും ആത്മാവിൽ വളരണം. ഇനിയും ആത്മാവിൽ വളരണമെന്നുള്ള ആത്മീക ദാരിദ്ര്യബോധം കർത്താവിൻ്റെ ഹൃദയത്തിൽ തരും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചില നന്മകൾ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ഉയർത്തി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചതാണോ? ഒരിക്കലുമല്ല. നാം കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തരായി നിന്നാൽ ദൈവം നമ്മെ ഉയർത്തും, ആത്മീയമായി ഉയർത്തും, ഭൗതികമായി ഉയർത്തും. ദേശത്തിലെ നന്മകൾ നമ്മുടെ മേൽ പകർന്നു തരും. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ, അങ്ങനെ നന്മകൾ പ്രാപിക്കൂ, ആത്മീയമായും ഭൗതികമായും. ദൈവം നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.